എൻ്റെ പേര് ജനറ്റ്. ഞാൻ പറപ്പൂർ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. എൻ്റെ കൂടെയുള്ളത് എൻ്റെ അമ്മ ജിംസി. ഞങ്ങൾ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പപ്പയും മമ്മിയും ഞാനും ചേട്ടനൊക്കെ ദൈവമായിട്ട് കൂടുതൽ അടുത്ത് ഉപവസിച്ച് കുർബാനയ്ക്ക് പോയി അങ്ങനെ മുന്നോട്ട് പോയിരുന്ന സാഹചര്യത്തിൽ 2019 എൻ്റെ ചേട്ടന് ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണ്. അതിപ്പനെ എൻ്റെ കുടുംബത്തിൽ കുറേ മാനസികമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മുന്നോട്ട് പോകാൻ പറ്റാത്ത പോലെ കുറേ സാഹചര്യങ്ങളും പ്രതിസന്ധികളും വന്നു. ആ സമയത്ത് ചേട്ടൻ ആക്സിഡൻ്റായിട്ട് മരണപ്പെട്ടു. അത് ഉൾക്കൊള്ളാനായിട്ട് എൻ്റെ അമ്മയ്ക്കും പപ്പയ്ക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം പപ്പ ജെറുസലേം അതുപോലെ ഗാഗുൽത്തയിലൊക്കെ ധ്യാനത്തിന് പോയിട്ട് അവിടെ മാതാവിൻ്റെ അടുത്തുള്ള പൂവ് വണ്ടിയിൽ തൂക്കിയിടും. ഓരോ മാസം കഴിയുമ്പോൾ അത് മാറ്റും. അങ്ങനെയുള്ള വണ്ടിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത്. പപ്പയ്ക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ സമയത്ത് പിന്നെ പഠിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മൈഗ്രെയിൻ തുടങ്ങി. അതായത് മാസത്തിൽ ഒരു വട്ടമായിരുന്നു എനിക്ക് തലവേദന എടുത്തിട്ട്, മാസത്തിൽ ഒരു തവണയ്ക്കായിരുന്നു തലവേദനയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് രാത്രി ഇരുന്ന് പഠിക്കാൻ പറ്റാണ്ട്, ഞാൻ രാത്രികളിലായിരുന്നു ഇരുന്ന് പഠിക്കാറുള്ളത്, അത് പറ്റാണ്ടായി. അങ്ങനെ ഡോക്ടറിനെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞത് പെയിൻ കില്ലർ തരാം, അതല്ലാണ്ട് അങ്ങനെ മാറുന്ന ഒരു രോഗമല്ല അത് എന്ന് പറഞ്ഞു. ഷുഗറൊക്കെ ഉള്ള പോലെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ തലവേദന എടുക്കുമ്പോൾ ഗുളിക കഴിക്കാൻ മുന്നോട്ട് പോവാം. അങ്ങനെ ഗുളിക കഴിച്ച് പിന്നെ മാസത്തിൽ ഒരു തവണ എന്നുള്ളത് ആഴ്ചയിൽ 3-4 തവണയും ദിവസത്തിൽ 1-ൽ കൂടുതൽ തവണ വരെ എനിക്ക് കഴിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന്. ആ സാഹചര്യത്തിൽ എൻ്റെ ഒരു റിലേറ്റീവ് വീട്ടിലേക്ക് വരും. വീട്ടിലത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വെറുതെ വന്നതാണ്. ആ സമയത്ത് പഠിപ്പ് എങ്ങനെ പോകണം, അപ്പോൾ തീരെ പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പെർസെൻറ്റേജ് കുറയുണ്ട്, മൈഗ്രെയിൻ ഉണ്ട് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്, അപ്പോൾ മോള് വായോ ഒരു ഉടമ്പടി എടുക്കുക, അപ്പോൾ നിനക്ക് അതിനുള്ള വ്യത്യാസം മനസ്സിലാവുന്നു. ഞാനാണെങ്കിൽ പണ്ട് തൊട്ട് ഈശോനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്നു. മാതാവായിട്ടൊരു ഇൻറ്റിമസി എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോൾ എൻ്റെ അടുത്ത് പറയും നിൻ്റെ മാമോദിസ പേര് മേരി എന്നാണ്, മാതാവിൻ്റെ അടുത്ത് കൂടുതൽ പ്രാർത്ഥിക്കണം. അപ്പോൾ എനിക്ക് തോന്നി അതിനുള്ളൊരു അവസരമായിരിക്കും എന്ന്. ഞാൻ വന്നു, അന്ന് തന്നെ ഉടമ്പടി എടുത്തു. അന്ന് ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്, എൻ്റെ മൈഗ്രെയിൻ്റെ തലവേദനയുടെ ഗുളിക ഞാൻ ഇനി കഴിക്കുകയില്ല എന്ന്. പിറ്റേ ദിവസം തൊട്ട് ദിവസവും ഞാൻ പ്രാർത്ഥന ചൊല്ലണു. തൈലം നെറ്റിയിൽ വരയ്ക്കാറുണ്ട്. രാവിലെ തേൻ, വൈകുന്നേരം ഉപ്പ്, അങ്ങനെ കഴിച്ചു പോയി. അതിൽ പിന്നെ എനിക്ക് തലവേദന വന്നിട്ടില്ല. 1.5 വർഷം വരെ ഉണ്ടായിരുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ വരെ. അതിന് ശേഷം 2 വർഷമായിട്ട് ഇപ്പോഴും എനിക്ക് തലവേദനയുടെ യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ രാത്രികൾ ഉറങ്ങാതിരുന്ന് എനിക്ക് പഠിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അതുപോലെ ഈ മൈഗ്രെയിൻ കാരണം ഡിഗ്രിയുടെ പെർസെൻറ്റേജ് കുറഞ്ഞു, 85%. അപ്പോൾ എനിക്ക് അവിടെ തന്നെ PG പഠിക്കണം. സെൻറ്റ് തോമസിലായിരുന്നു ഞാൻ ഡിഗ്രി ചെയ്തത്. അവിടെ തന്നെ PG പഠിക്കണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി കോട്ടയാണെങ്കിൽ എനിക്ക് എൻ്റെ അപ്ലിക്കേഷനിൽ ഒരു മിസ്റ്റേക്ക് പ്രകാരം അത് കിട്ടില്ല. പിന്നെ ഞാൻ കുറേ നാൾ വെയിറ്റ് ചെയ്തു. ക്ലാസ് തുടങ്ങി 3 മാസമാവാറായി. ഞാൻ വേറൊരു കോളേജിൽ ജോയിൻ ചെയ്തു. അപ്പോഴും എൻ്റെ മനസ്സ് പറയേണ്ടത് നിനക്ക് കിട്ടും, നീ പ്രാർത്ഥിക്കുക, കിട്ടാനുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ലാസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2 ദിവസം കൂടി ഉള്ളൂ, അതിനുള്ളിൽ അഡ്മിഷൻ ക്ലോസ് ആവും. അപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, എനിക്കിവിടെ തന്നെ വേണം. ഒരു വാശി പോലെ ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ എൻ്റെ അടുത്തൊരു ഫ്രണ്ട് പറഞ്ഞു ഒരാൾ ഇവിടുന്ന് ട്രാൻസ്ഫർ മേടിച്ച് പോകുന്നുണ്ട്, നീ കോളേജിലൊന്ന് അന്വേഷിക്കും. കോളേജിൽ വന്നപ്പോൾ അവർ പറയണുണ്ട്, അവരത് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു വേക്കൻസി ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഫാദറുണ്ട്, ബിജു പാണങ്കട, ആളുടെ അടുത്ത് പോയി സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം എനിക്കൊരു മെറിട്ടും ഇല്ല അവിടെ കിട്ടാൻ വേണ്ടിയിട്ട്. ബിജു അച്ഛനാണെങ്കിൽ സത്യം പറഞ്ഞാൽ എൻ്റെ തറവാട്ടുകാരാണ്. പക്ഷെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പേഴ്സണലി സംസാരിക്കൊന്നും ചെയ്തിട്ടില്ല. അച്ഛൻ്റെ അടുത്ത് പോയപ്പോൾ അച്ഛൻ പറഞ്ഞത് എന്നെക്കാട്ടും പെർസെൻറ്റേജ് ഉള്ള വേറൊരു കുട്ടിയുണ്ട്, അവനാണ് സാധ്യത കൂടുതൽ, എന്തായാലും വൈകുന്നേരം ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പൊക്കോളം പറഞ്ഞു വിട്ടു. ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇവിടെ വരെ എത്തിച്ചെങ്കിൽ എനിക്ക് സീറ്റ് കിട്ടാൻ ഇനി വലിയ ബുദ്ധിമുട്ടില്ല എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് രാത്രി അച്ഛൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു പിറ്റേ ദിവസം വന്ന് ജോയിൻ ചെയ്തോ. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച പോലെ സെൻറ്റ് തോമസിൽ തന്നെ മാതാവിനോടുള്ള പ്രാർത്ഥന കാരണം എനിക്കത് കിട്ടി. എനിക്കതിൽ യാതൊരു മെറിട്ടുമില്ല. അവിടെയൊക്കെ മാനേജ്മെൻറ്റിൽ കിട്ടണമെങ്കിൽ ആരെങ്കിലും ഹോൾഡിൽ ആരെങ്കിലും സംസാരിക്കണം. എനിക്ക് മാർക്കും ഇല്ല, ഹോൾഡിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ ആരുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോയും മാതാവാണ് എനിക്ക് വേണ്ടി അവിടെ സംസാരിച്ച് എനിക്ക് ആ കോഴ്സിന് അവിടെ അഡ്മിഷൻ കിട്ടിയത്. ഞാൻ അവിടെ ജോയിൻ ചെയ്തിട്ട് 1 മാസത്തിനുള്ളിൽ എനിക്ക് സെം എക്സാം വരിക. അപ്പോൾ എൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞു 1 മാസമല്ലേ ഉള്ളൂ, നിനക്ക് പറ്റുന്ന പോലെ പഠിക്കുക, അറ്റ്ലീസ്റ്റ് 2 എക്സാമെങ്കിലും നീ ക്ലിയർ ചെയ്യും, മറ്റേ 2 നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റിൽ പാസ്സാക്കാം. ഞാൻ എന്നാലും പറ്റണ പോലെ 1 മാസം ഞാൻ പഠിച്ചു. ഞാൻ എക്സാമിന് പോകുമ്പോൾ ഈ ഒരു കയ്യിലൊരു കൊന്തിയും കാശുരൂപം ഉണ്ടാവും, ഈശോൻ്റെ ഒരു ഫോട്ടോ ഉണ്ടാവും. അതാണ് ഞാൻ എക്സാമിന് പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് എക്സാം തുടങ്ങുക. അതിന് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൈലം തേച്ച് അതുപോലെ തേൻ കഴിച്ചിട്ട് ആ വീട്ടിൽ നിന്ന് പോകാറുള്ളൂ. എക്സാമിന് എഴുതി ലാസ്റ്റത്തെ എക്സാം എഴുതുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പറ്റുന്ന പോലെ പഠിച്ചിട്ടാണ് പോയിക്കണേ. പക്ഷേ എക്സാം ഹോളിലെത്തി ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചൊക്കെയപ്പോൾ എനിക്ക് ഒന്നും കിട്ടുന്നില്ല. എനിക്ക് കരച്ചിൽ വന്നു തുടങ്ങി. ഞാൻ പഠിച്ചിട്ടുള്ള ആ സൈഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും എഴുതാൻ പറ്റുന്നില്ല. എനിക്ക് ആകെ സങ്കടമായി. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഇതാണ്, എനിക്ക് എക്സാമിൽ പാസ്സാവണം, ഒരു 60% എനിക്ക് തന്നാൽ മതി. പിന്നെ എനിക്ക് തോന്നി 60 കൂടിപ്പോയോ, എന്നാലും ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു തരണം. തരാണെങ്കിൽ ഞാൻ 3 കാര്യങ്ങൾ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു.
വീടിൻ്റെ അടുത്തൊരു അനാഥാലയമുണ്ട്. അവിടെ വീട്ടിൽ ഭക്ഷണം വെച്ച് കൊണ്ടു കൊടുക്കാം അവർക്ക് എല്ലാവർക്കും. ഞാൻ അമ്മയുടെ അടുത്ത് അപ്പൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ അവിടെ വെച്ച് തീരുമാനിക്കുകയാണ് 40 പേർക്കുള്ള, അവിടെ 40 പേരുള്ള അവർക്കുള്ള ഭക്ഷണം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന്. ഞാൻ ട്യൂഷൻ എടുത്തത് കൊണ്ട് ആ ഒരു വരുമാനം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് വീട്ടുകാർ സമ്മതിക്കും, അവർ കൂടെ നിൽക്കും ഫുഡ് വെക്കാന്നുള്ള തരത്തിൽ അങ്ങനെ വിചാരിച്ചു. അതുപോലെ എക്സാം തുടങ്ങണ ഈ അവസാനിക്കുന്ന ദിവസം നവംബർ 22 മുതൽ റിസൾട്ട് വരുന്നവരെ, ഒരു 1-1.5 മാസത്തിനുള്ളാണ് റിസൾട്ട് വരിക. കഴിയുന്നവരെ ഞാൻ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഭക്ഷണം കഴിക്കില്ല എന്നും എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ചോക്ലേറ്റ്, ഐസ്ക്രീം അതൊക്കെ കഴിക്കാൻ. ഞാൻ മധുരം കഴിക്കില്ല. മധുരം കഴിക്കുമ്പോൾ മധുരം തോന്നുന്ന ഒരു വസ്തു ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു. റിസൾട്ട് വരുന്നൊക്കെ മുപ്പാട് തന്നെ ഞാൻ ആ ശാന്തി മന്ദിരം എന്ന് പറഞ്ഞ സ്ഥലത്ത്, ശാന്തി നികേതൻ, അവിടെ പോയി 40 പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കി ഞാനും അമ്മയും അപ്പനും കൂടി അവിടെ കൊണ്ട് കൊടുത്ത് വിളമ്പി കൊടുത്തിട്ടാണ് പോകുന്നത്. അതുപോലെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 58% എനിക്ക് കിട്ടിയത്. ഞാൻ വിചാരിച്ചു 58 കുഴപ്പമില്ല, 2% അല്ലേ എന്ന് വിചാരിച്ചു. എന്നാൽ ഇപ്പോൾ ലാസ്റ്റ് സെമ്മിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ഇമ്പ്രൂവ് ചെയ്തിട്ട് കറക്റ്റ് ഞാൻ ചോദിച്ച 60% തന്നെ എനിക്ക് തന്ന മാതാവ് ഈശോ അനുഗ്രഹിച്ചു. അതുപോലെ ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അമ്മ പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അമ്മാമ്മ ഷുഗർ പേഷ്യൻ്റ് ആയതുകൊണ്ട് വീട്ടിൽ കുറേ ഷുഗറിൻ്റെ ഗുളികയുണ്ട്. അപ്പം അമ്മ എന്ത് ചെയ്യും, ആരും കാണാണ്ട് ഷുഗറിൻ്റെ കുറേ ഗുളിക എടുത്ത് കഴിക്കും. പിന്നെ അതും ചിലപ്പോൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ എപ്പോഴെങ്കിലും പറയുമ്പോഴാണ് അതറിയാം. അപ്പം ഞാൻ ചെയ്യുക, ഷുഗർ ഗുളിയാണ് കഴിച്ചെങ്കിൽ ഉപ്പ്, മാതാവിൻ്റെ ഉപ്പ് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് വെള്ളത്തിൽ കലക്കി അമ്മയെടുത്ത് കുടിക്കാൻ പറയും. ഒരു കുഴപ്പമുണ്ടാവില്ല പറയും. അതുപോലെ ഒരു കുഴപ്പമുണ്ടാവാറില്ല. പ്രഷറിൻ്റെ ഗുളിക അമ്മ കഴിക്കും, ഞാൻ തേൻ കൊടുക്കും, ഒന്നും ഉണ്ടാവില്ല. പല തവണ മമ്മി അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടും ഒന്നും ഉണ്ടായിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറയാം, അമ്മ ചെയ്തിട്ട് കാര്യമില്ല, ദൈവം വിചാരിക്കണം, എന്നാലേ എന്തെങ്കിലും നടക്കുള്ളൂ. അതുകൊണ്ട് അമ്മ എന്തൊക്കെ ചെയ്താലും എനിക്കൊരു പേടി ഉണ്ടായിരുന്നില്ല. എനിക്കറിയാം മോളിലിരിക്കുന്ന ആൾ എൻ്റെ കൂടെ ഉണ്ട്, ആൾ വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുള്ളൂ എന്ന്. അതുപോലെ ഒരു ദിവസം എനിക്ക് തോന്നുകയാണ് ഉടമ്പടിയുടെ ഉപ്പ് വീട്ടിലുള്ള ഉപ്പ് പാത്രത്തിൽ ഇട്ട് വെക്കണം. ഞാൻ അന്ന് അങ്ങനെ തോന്നിയപ്പോൾ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഉപ്പ് പാത്രത്തിൽ ഇട്ട് വെക്കുക ചെയ്യണേ. പിറ്റേ ദിവസം അമ്മ ചെയ്യാണ്, മമ്മി ഇങ്ങനെ വീട്ടിൽ ബഹളം ഉണ്ടാക്കിയ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവില്ലെന്ന് സ്വയം വിചാരിച്ചിട്ട് കുറച്ച് ഉപ്പ് എടുത്തിട്ട് കലക്കി കുടിച്ച് കിടക്കുക. അപ്പം മമ്മി ഇങ്ങനെ മയങ്ങിയ പോലെ കിടക്കുക. ഞാൻ അമ്മയുടെ അടുത്ത് കുറേ ചോദിച്ചപ്പോൾ സമ്മതിച്ചില്ല. അവസാനം പറഞ്ഞു ഉപ്പ് കലക്കി കുടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പേടിക്കണ്ട, എനിക്കിത് ഇന്നലെ തോന്നിയിട്ട് ഞാൻ പാത്രത്തിൽ ഉപ്പിൽ മാതാവിൻ്റെ ഉപ്പാണ്, ഉടമ്പടി ഉപ്പ് ഇട്ടിക്കണം, നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല. അതുപോലെ അമ്മയ്ക്ക് അന്നും ഒരു കുഴപ്പമുണ്ടായില്ല. പിന്നീട് ഒരു തവണ അമ്മ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വീടിൻ്റെ അടുത്തൊരു ചെടി, ഫ്രണ്ടിലൊരു ചെടിയുണ്ട്. മമ്മി ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് ആ ചെടി പോയിസൺ ആണെന്ന് മനസ്സിലായിട്ട് അത് കഴിക്കുകയാണ് ചെയ്യണേ. അപ്പം ഞാനുണ്ടായിരുന്ന ആ സമയത്ത് ഞാനത് കണ്ടു. മമ്മീനെ തടഞ്ഞെങ്കിലും കുറച്ച് മമ്മയുടെ ഉള്ളിലേക്ക് പോകുന്നത് എനിക്ക് മനസ്സിലായി. അപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു എന്താ പറയുക, ആ സമയത്ത് ഒന്നും മൈൻഡിൽ വന്നില്ല. ആ സമയത്ത് ഞാൻ ആദ്യം ചെയ്തത് ഉടമ്പടി തൈലം, അതുപോലെ ഉപ്പ് മമ്മിക്ക് കൊടുത്തു, തേനും കൊടുത്തു. എന്നിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞു ഒരു പേടിയും പേടിക്കേണ്ട, ഒരു കുഴപ്പമില്ല. പക്ഷെ മമ്മിയാണെങ്കിൽ മരിച്ച പൊക്കോട്ടെ എന്നുള്ള ഫീലിലാണ് നിൽക്കണേ. അപ്പം അമ്മാമ്മ വീട്ടിലുള്ളതുകൊണ്ട് അമ്മാമ്മയ്ക്ക് ഇതിലൊന്നും പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് നിൽക്കാത്തതുകൊണ്ട് കുറച്ച് ഓർമ്മക്കുറവുള്ളതുകൊണ്ട് അമ്മമ്മ വാശി പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. പപ്പിയും മമ്മിയും കൂടി പോയി. എനിക്ക് പോകാൻ പറ്റില്ല, കാരണം അമ്മാമ്മ ഉള്ളതുകൊണ്ട്. അപ്പോൾ അന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഞാൻ ഉടമ്പടി ധ്യാനം കാണാത്തതുകൊണ്ട് ഒരു 7:30 സമയം അപ്പം തൊട്ട് ഞാൻ ഉടമ്പടി ധ്യാനം ഫുള്ള് മുട്ടുകുത്തി നിന്നാണ് അത് കേട്ടത്. ഞാനപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ കേൾക്കേണ്ട ഇടയിൽ അമ്മ വിളിക്കും, ഒരു കുഴപ്പമില്ലാണ്ട് വിളിക്കും എന്നുള്ള ഫീലിലാണ് ഞാനിത് കേട്ടുകൊണ്ടിരിക്കണേ. ഇടയിൽ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഹോസ്പിറ്റലിൽ പോയി അവർ പറഞ്ഞു വയറ് കഴുകാം, അതല്ലാതെ മരുന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ അറിയില്ല, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോക്കളാൻ. ആ ഉടമ്പടി കേൾക്കേണ്ട ഇടയിൽ അപ്പം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം എന്തായാലും വയറ് കഴുകാൻ നിൽക്കണ്ട, വേറെ ഹോസ്പിറ്റലിലേക്ക് നേരെ കൊണ്ടുപോകാം, അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാം. അപ്പോഴും ഞാൻ ഉടമ്പടി ധ്യാനം പിന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും 2 മണിക്കൂറായി ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഒരു കുഴപ്പമില്ല എന്ന് മമ്മിയെ വിളിച്ച് പറയുകയാണെങ്കിൽ 50 ദിവസം ഞാൻ ഉപവസിക്കാമെന്ന് പറഞ്ഞു. അതായത് വൈകുന്നേരം 6 മണിക്ക് ശേഷം മാത്രം, 12 മണിക്കുള്ളിൽ വൈകുന്നേരം മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ, ബാക്കി 50 ദിവസം ഞാൻ ഫുഡ് കഴിക്കാണ്ട് ഇരുന്നോളാം എന്നുള്ള രീതിയിൽ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉടമ്പടി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ഉടമ്പടി ധ്യാനം കണ്ടു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും പപ്പ വിളിച്ചിട്ട് പറഞ്ഞു അന്ന് അവിടെ വയറ് കഴുകാതിരുന്ന് നന്നായി കഴുകിയിരുന്നെങ്കിൽ ആ കെമിക്കൽസ് റിയാക്ട് ചെയ്ത് കുറച്ചും കൂടി കണ്ടീഷൻ സീരിയസ് ആയനെ, നമുക്ക് ഒബ്സർവേഷനിൽ വെക്കാമെന്ന് പറഞ്ഞു. ഒബ്സർവേഷനിൽ വെച്ച് കുറേ ടെസ്റ്റുകൾ നടത്തി. ഒന്നിലും മമ്മി കഴിച്ചതിൻ്റെ ഒരു കണ്ടൻറ്റും കാണാനും ഇല്ല, അതൊരു കുഴപ്പമില്ല. അപ്പോൾ അവർ വിചാരിച്ചു എന്താണാവോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പ്രാർത്ഥിച്ചതിന് ഫലമുണ്ട്, ഈശോ കേൾക്കുന്നുണ്ട്, മാതാവ് കേൾക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നൊരു ഫീല് വന്നു. അങ്ങനെ മമ്മീനെ അങ്ങോട്ട് അവിടെ നിന്ന് പോന്നു. ഒരു കുഴപ്പമില്ല, ഒരു റിസൾട്ടിലൊരു പ്രശ്നമില്ല, മമ്മി അങ്ങനെ പോന്നു. അങ്ങനെ ആ ഒരു സാഹചര്യം ഞാൻ അവിടെ നിന്ന് 50 ദിവസം ഞാൻ ഉപവസിക്കുക. അപ്പം മമ്മിക്ക് സമാധാനം കിട്ടുന്നില്ല, കാരണം എൻ്റെ മോള് ചെയ്യല്ലേ. ഒപ്പം എൻ്റെ അമ്മയും ഉപവസിച്ച് തുടങ്ങി. എൻ്റെ അമ്മ കുർബാനയ്ക്ക് പോകുന്നല്ലാതെ എൻ്റെ അമ്മയും പപ്പയും അതല്ലാതെ ഇവർ ദൈവമായിട്ടൊരു ഇൻറ്റിമസി അവർക്കില്ല, പ്രാർത്ഥിക്കാൻ വെറുതെ പള്ളിയിൽ പോകുന്നു എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ മമ്മിയും പപ്പയും പ്രാർത്ഥനയ്ക്ക് തിരിച്ചു വന്നു തുടങ്ങി. ഒരു സെക്കൻഡ് കിട്ടിയപ്പോൾ മമ്മി ഇപ്പോൾ യൂട്യൂബ് എടുക്കുക, അച്ഛൻ്റെ സാക്ഷ്യം കേൾക്കുക, അച്ഛൻ്റെ ധ്യാനം കേൾക്കുക, അതാണ് ഇപ്പം എൻ്റെ അമ്മ. അതുപോലെ അപ്പം തിരിച്ച് ധ്യാന കേന്ദ്രത്തിൽ പോയി തുടങ്ങി. അങ്ങനെ ഒരു പണ്ടത്തെ പോലെ തിരിച്ച് മാതാവ് വഴി എനിക്ക് തിരിച്ചു വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായി.
പിന്നെ മമ്മി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സങ്കടം വരുമ്പോൾ നെഞ്ഞത്തടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അമ്മയ്ക്ക്. അപ്പം നെഞ്ഞത്ത് ഒരു മുഴയുണ്ട്. അപ്പം ഞാനൊരു ദിവസം ഈശോയുടെ അടുത്ത് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഉടമ്പടി തൈല് ഞാൻ മമ്മിയുടെ നെഞ്ഞത്ത് തേച്ച് കൊടുക്കാൻ, ഇത് മാറ്റണം, നാളേക്ക് രാവിലെ എണീക്കുമ്പോഴേക്കും മാറണമെന്ന് വിചാരിച്ച് ഞാൻ രാത്രി വിശ്വാസ പ്രമാണം ചൊല്ലി. മമ്മി ഉറങ്ങാണ്. മമ്മി പിന്നെ തേച്ചപ്പോൾ ഉണർന്നു. പിറ്റേ ദിവസം രാവിലെ എനിക്കുമ്പോൾ ആ മുഴ അപ്രത്യക്ഷപ്പെട്ട് കാണും. അത് ഫുള്ള് പോയി, ഒരു കുഴപ്പമില്ലാണ്ട്. അതുപോലെ മമ്മിയുടെ മേത്ത് ഇത്രയൊക്കെ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഗുളികയൊക്കെ കഴിച്ചിട്ട് മമ്മിക്ക് യാതൊരു കുഴപ്പമില്ല. പിന്നെ ആകെ മമ്മിയുടെ മേത്ത് കുറച്ച് ചൊറിച്ചിൽ വരാറുണ്ട്, ഒരു പാടായിട്ട്. കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചു, കുറേ മരുന്ന് കഴിച്ചു, ഒരു ഉപകാരമില്ല. ഞാൻ എന്നും വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ മമ്മിയുടെ നെറ്റിയത്ത് പപ്പയുടെയും അമ്മമ്മയുടെയും ഒക്കെ ഉടമ്പടിത്താലും കുരിശ് വരച്ച് കൊടുക്കാറുണ്ട്. അപ്പം മമ്മി പറയും, വാവേ ഇപ്പോൾ ഈ ചൊറിയുള്ള ഭാഗത്തും കൂടി നീ തേച്ച് തരൂ. പിന്നെ അങ്ങനെ മമ്മി തേച്ച് തുടങ്ങി. മമ്മി ഞാൻ കുറച്ച് വേറൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തു. മമ്മി അങ്ങനെ ചൊറിയുള്ള സ്ഥലത്ത് തേച്ച് തുടങ്ങി. ഒരു ദിവസം രാവിലത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞു, ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, ചൊറിച്ചിലുള്ള അലർജിയുള്ള മകളെ ദൈവം അനുഗ്രഹിക്കണമെന്ന്. അതേ പിന്നെ എൻ്റെ അമ്മയ്ക്ക് ചൊറിച്ചിലും ഉണ്ടായിട്ടില്ല. അതുപോലെ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടിയ കുറേ അനുഭവങ്ങൾ. ഞാൻ ഉടമ്പടിയിൽ തുടങ്ങിയതിന് ശേഷം, ഞാൻ ഓൾറെഡി ബൈബിൾ വായിച്ചിരുന്ന കുട്ടിയായിരുന്നു. എനിക്ക് സമ്പൂർണ്ണ ബൈബിൾ മുഴുവൻ വായിച്ച് തീർക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തുടങ്ങിയിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ തുടങ്ങി. പക്ഷേ ഇപ്പോഴും വൈകുന്നേരക്കായാലും ഉറങ്ങും, പകുതി വായിക്കും ഉറങ്ങും, എന്താ അരമണിക്കൂർ ആവാത്തതെന്നുള്ളൊരു ഫീൽ ആവാറ്. പക്ഷെ ഇപ്പം ഞാൻ വായിക്കുമ്പോൾ ഞാനൊന്ന് മനസ്സറിഞ്ഞിട്ടാണ് വായിച്ചു തുടങ്ങി. അപ്പം എനിക്ക് അരമണിക്കൂർ അങ്ങനെ തോന്നി തുടങ്ങി. അത്രയും പെട്ടെന്ന് എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റി തുടങ്ങി. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം പോലെ പത്രം വീടിൻ്റെ അടുത്താണ് കൊടുക്കാറ്. അപ്പം അവർ ചോദിക്കുകയും ചെയ്യും, ഒരു മാസം കിട്ടിയില്ലെങ്കിൽ അവർ ചോദിക്കും, എന്താ മോളെ കൊണ്ടുവരാഞ്ഞേന്ന് ചോദിക്കും. പിന്നെ ഇവിടുത്തെ ഒരു കൗൺസിലർ പറഞ്ഞു, നമ്മൾ സ്ഥിരം കൊടുക്കുന്ന ആളുകൾക്ക് കൊടുക്കാതെ പുറത്തേക്ക് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ കൊടുത്തു തുടങ്ങി, അക്രൈസ്തവർക്ക് കൊടുത്തു തുടങ്ങി, ഓട്ടോ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ്, അവിടെയൊക്കെ പോയിട്ട് ആളുകൾക്ക് കൊടുത്തു തുടങ്ങി. അപ്പോൾ അതെനിക്കെന്നൊരു റിലീഫായി. ഞാൻ ആദ്യം വിചാരിച്ചു അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ചിലർ മേടിച്ചിട്ട് അവരുടെ സങ്കടം എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പറയും, മോളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, പ്രാർത്ഥിക്കാൻ ഒരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ പിന്നെ കുറേ പേരുടെ വീടുകളിൽ, അതായത് അവരെൻ്റെ അടുത്ത്, ഞാൻ എന്നും ഈ ഡെയിലി ബ്രെഡിൻ്റെ ധ്യാനത്തിന് സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. അവർക്കറിയാം ഞാൻ കൃപാസനത്തിൽ പോകാറുണ്ടെന്ന്. അവരെൻ്റെ അടുത്ത് പറയും, അവർ സങ്കടം വരുമ്പോൾ എൻ്റെ അടുത്ത് മെസ്സേജ് ഇട്ട് പറയും, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളും. അവർക്കൊക്കെ മാതാവിൻ്റെ ഒരു ഫോട്ടോ കൊണ്ടു കൊടുക്കാനും ഉടമ്പടി വസ്തുക്കൾ, തൈലം ഒഴിച്ച് ഉപ്പ് തേനൊക്കെ കൊടുക്കും. രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ഫോട്ടോസ് ഇട്ടിട്ട് പ്രിൻ്റ് എടുത്തിട്ട് കൊടുത്തിട്ട് പറയും, പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ അവർ പറയുന്നുണ്ട്, പ്രാർത്ഥിച്ചതിൻ്റെ ഫലം എനിക്ക് അനുഭവിക്കുന്നുണ്ടെന്ന് വരെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു റിലീഫായിരുന്നു. അതുപോലെ ഞാൻ എന്നും എന്നുമില്ല, ആഴ്ചയിലെ വെള്ളിയാഴ്ചകളിൽ, മിക്കതും വെള്ളിയാഴ്ച നോക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ദിവസം കോളേജിൽ നിന്ന് ഞാൻ ശക്തനിലേക്ക് നടന്നു പോകും. അപ്പോൾ ആർക്കെങ്കിലുമുള്ള ഫുഡ് കടയിൽ നിന്ന് മേടിച്ചിട്ട് അത് കൊണ്ടുപോകും. റോട്ടിൽ ആരെങ്കിലും ഇരിക്കണ കാണുകയാണെങ്കിൽ അവർക്ക് കൊടുക്കും. കൂടാണ്ട് നോമ്പിലെ വെള്ളിയാഴ്ചകളിൽ വീട്ടിൽ നിന്ന് തന്നെ 5 പൊതിച്ചോറുകൾ പാക്ക് ചെയ്തിട്ട് ബസ്സിലാണ് പോവുക. 8 മണി 9 മണി നേരത്തെ ബസ്സിൽ നല്ല തിരക്കാവും. ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ പിടിക്കും. അവിടെ എത്തിച്ച് ഉച്ചയ്ക്കാകുമ്പോൾ ഉപവാസമായിരിക്കും. അപ്പോൾ ഉച്ച സമയത്ത് ലഞ്ച് ബ്രേക്കിൽ പോയിട്ട് അവിടെ വയ്യാതെ ഇരിക്കുന്ന ആളുകൾക്ക്, ഭക്ഷണം വേണ്ട ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ ആത്മീയമായിട്ട് നന്നായി വളരാൻ എനിക്ക് സാധിച്ചു. പിന്നെയെന്ന് വെച്ചാൽ ഉടമ്പടി എടുത്ത സമയത്ത് കുറേ അനുഗ്രഹങ്ങളായിരുന്നു. അതായത് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നതൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ പ്രതിസന്ധികൾ വന്നു തുടങ്ങി, വീട്ടിൽ പ്രശ്നങ്ങൾ, ഈ അമ്മയുടെ ഈ ഒരു ഇതൊക്കെ വന്നു തുടങ്ങി. പിന്നെ അപ്പോഴും ഞാൻ പോസിറ്റീവാണ്, എനിക്കറിയാം ഞാൻ ഉടമ്പടി എടുക്കേണ്ട, ഈശോൻ്റെ കൂടെ ഉണ്ട്, ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെയാണ് ഇപ്പോൾ പ്രലോഭനങ്ങൾ വന്നു തുടങ്ങിയത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മാതാവ് അങ്ങനെയൊന്നുമില്ല, നീ ഉടമ്പടിയുടെ സ്റ്റാറ്റസ് ഇടരുതെന്ന് പറഞ്ഞ് കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് വീട്ടിൽ വന്ന് ഇപ്പോൾ പറഞ്ഞു തുടങ്ങി. മണിക്കൂറോളം പ്രസംഗിച്ചു. പക്ഷെ അതൊന്നും തന്നെ ഏൽക്കണില്ല, ഞാനത് കേൾക്കട പോലും ഇല്ല. അതുപോലെ ഇപ്പോൾ അടുത്ത് കോളേജിലെ സാറുമാർ ഒരാൾ ദൈവമേ ഇല്ല എന്ന് എൻ്റെ അടുത്ത്, ഞാനാണെങ്കിൽ ഉടമ്പടി എടുക്കേണ്ട, ഉപവാസം എടുക്കണം എന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, നീ എന്തിനാ പ്രാർത്ഥിക്കണേ? അങ്ങനെ കുറേ സംസാരങ്ങൾ. ആ മാഷ്മാരുടെ അടുത്തൊക്കെ എനിക്ക് ദൈവത്തെ പറ്റി പറയാനും അവരുടെ അടുത്ത് ദൈവം ഉണ്ട് എന്നുള്ളത് എനിക്ക് പറഞ്ഞു കൊടുക്കാനും കുറേ സാധിച്ചു. ഞാൻ അധികം സംസാരിക്കാത്ത ഒരാളാണ്. അപ്പം ഇങ്ങനെയൊക്കെ മാതാവിനെ പറ്റി, ഈശോനെ പറ്റി പറയാൻ പറ്റുക എന്നുള്ളത് എനിക്ക് എൻ്റെ ലൈഫിൽ വന്നൊരു ചേഞ്ചാണ്. അപ്പോൾ ഉടമ്പടി ജീവിതം നയിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഞാൻ ഇടയ്ക്ക് രാത്രിയൊക്കെ ഇരുന്ന് കുറേ കരയും, കുറേ സങ്കടങ്ങൾ ആലോചിച്ച് എനിക്കൊന്നിനും ആൻസർ ഇല്ലായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടെങ്കിലും ഞാൻ ഭയങ്കര പോസിറ്റീവാണ്. എനിക്ക് ഏതൊരു സാഹചര്യത്തിലും എനിക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് ഫീഡ് ചെയ്ത് തരുന്ന പോലെ എൻ്റെ മനസ്സിൽ ഞാൻ എന്ത് ചെയ്യണോ ഇൻസ്ട്രക്ഷൻസ് കിട്ടും, ഞാൻ അതുപോലെ ചെയ്യും. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വെറുതെ നിൽക്കുന്ന സമയത്ത് പോലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്ന് അറിയില്ല, റീസൺ ഇല്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. മനസ്സിനൊരു ആത്മസന്തോഷം, ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. വളരെ ചെറിയൊരു എക്സാമ്പിൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ കൃപാസനത്തേക്ക് വരുന്ന സമയത്ത് 6:30 ആകുമ്പോഴേക്ക് എത്താൻ സാധ്യത ഉണ്ട് ബസ്. അപ്പം അമ്മ പറയുന്നുണ്ട്, എന്താ വാവ എത്താത്തത്? അപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ പറയാണ്, എനിക്ക് വേണമെങ്കിൽ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ അറിയാം എത്ര സമയം കൊണ്ടാണ് ഇവിടെ എത്താൻ പറ്റുകയെന്ന്. അപ്പോൾ എൻ്റെ മനസ്സ് പറയാണ്, ഞാൻ സുഹൃത്ത് ജപം ഇടയ്ക്ക് ഇങ്ങനെ ഐ ലവ് യു ജീസസ്, അതുപോലെ
എൻ്റെ അമ്മേൻ്റെ ആശ്രമം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പറയാറുണ്ട്. അപ്പം എൻ്റെ മനസ്സ് പറഞ്ഞു ഒരു 15 മിനിറ്റ് നീ ഇത് പറയും, അപ്പോഴേക്കും കൃപാസനം എത്തും. ഞാൻ സമയം നോക്കി 6:36 ഞാൻ ചെല്ലി തുടങ്ങിയത്. കറക്റ്റ് 6:51 ഞാൻ ജനലയുടെ ഉള്ളിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ, KSRTC ബസ്സിൽ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് കൃപാസനാണ്. കറക്റ്റ് 15 മിനിറ്റിനുള്ളിൽ ഞാൻ ഇവിടെ എത്തി. അപ്പോൾ അപ്പോൾ എൻ്റെ മനസ്സ് തോന്നിക്കുന്നത് ശരിയാണെന്ന് തോന്നി തുടങ്ങി. അതുപോലെ എക്സാമിന് പോകുമ്പോൾ ഞാൻ 2 തവണ പഠിച്ചാൽ എനിക്ക് എഴുതാൻ പറ്റാറില്ല. ഒറ്റ തവണ പഠിച്ചു കഴിഞ്ഞാൽ എക്സാം എഴുതുമ്പോൾ എനിക്ക് കിട്ടാറില്ല. വീണ്ടും ഒരു തവണ കൂടി വായിച്ചു നോക്കിയാൽ എന്തെങ്കിലും എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ അന്ന് ഞാൻ രാവിലെ പറഞ്ഞു ഞാൻ അരമണിക്കൂർ എന്തായാലും ബൈബിൾ വായിക്കും, ഒരു സെൽഫ് പ്രെയർ ഉണ്ടാവും അരമണിക്കൂർ, അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുള്ളൂ എന്നൊന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഒന്നും കൂടി വായിച്ചു നോക്കിയാൽ എക്സാം എഴുതാം. പക്ഷെ എൻ്റെ മനസ്സ് പറയണം ഇത് ചെയ്യ്. ഞാൻ എക്സാം ഹാളിലെത്തി. എനിക്കൊരു 5 മിനിറ്റും കൂടി ബാലൻസ് ഉണ്ട് പഠിക്കാൻ. എല്ലാവരും എക്സാം എഴുതി തുടങ്ങി. ഞാൻ എപ്പോഴും ആ പ്രാർത്ഥന ചൊല്ലി അത് കഴിഞ്ഞിട്ട് എക്സാം എഴുതി തുടങ്ങണം. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ഹെഡിങ് എഴുതി, ബാക്കി എനിക്ക് എഴുതാൻ കിട്ടണില്ല. ഞാൻ ഈശോൻ്റെ അടുത്തും മാധവൻ്റെ അടുത്തും പറഞ്ഞു, ഞാൻ പറഞ്ഞ പോലെ ബൈബിൾ വായിച്ചു അരമണിക്കൂർ ഞാൻ സെൽഫ് പ്രെയർ ചൊല്ലി, എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തന്നെ എനിക്ക് എന്നാലേ എഴുതാൻ പറ്റുള്ളൂ. ഞാനിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ച് തുറക്കുമ്പോൾ ഞാൻ ഒറ്റ തവണ വായിച്ചിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, ഒരു എക്സാമിൽ എഴുതാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ കണ്ണിലിങ്ങനെ തെളിഞ്ഞ് വരിക, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ്. ഞാൻ കറക്റ്റാണ് കണ്ണിൽ കാണുന്നത്. അവിടെ അതുപോലെ പേസ്റ്റ് ചെയ്ത് എഴുതി വെച്ചു. അതുപോലെ റിസൾട്ട് വരുമ്പോൾ ആ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ഫുൾ മാർക്ക് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നത് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു അനുഭവം എനിക്ക് കിട്ടി തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കൂടെ ദൈവമുണ്ട്, മാതാവുണ്ട്. ഞാൻ എപ്പോഴും ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കും. ഇങ്ങനെയാണ്, എനിക്കിങ്ങനെ ഒരു കാര്യം ഉണ്ട്, ചെയ്തു തരണം പ്ലീസ്, ഞാൻ പാവല്ലിന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് അമ്മോട് പറയും ഒന്ന് സെറ്റാക്കി തരണേ, ഞാൻ ഈശോയോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇങ്ങനെ അനുഭവങ്ങൾ കിട്ടുമ്പോൾ നമുക്കത് ഭയങ്കര ഫീലാണ്. അതുപോലെ വീട്ടിൽ പപ്പ മാത്രമാണ് ഇപ്പോൾ ജോലിക്ക് പോയിരുന്നത്. പപ്പയ്ക്ക് മുട്ടുവേദന, കാലുമ വെരിക്കോസ് വെയിനൊക്കെ ആയിട്ട് ജോലിക്ക് പോകാനും പറ്റാണ്ടേ. അപ്പോൾ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ ഒരു പൈസ ഇല്ല മുന്നോട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പ്ലസ് 1 ട്യൂഷൻ എടുത്തിരുന്നു. PG ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ ആയപ്പോൾ പ്രൊജക്റ്റ് കാരണം ലേറ്റായി, ജൂലൈയിൽ തുടങ്ങും. അപ്പോൾ അവരൊക്കെ വേറെ കോഴ്സുകളിൽ തുടങ്ങി. ഞാൻ വെറുതെ മനസ്സിൽ വിചാരിച്ചിട്ടേ ഉള്ളൂ എന്താ ചെയ്യുക, എനിക്കിനി മുന്നോട്ട് പോകാൻ എന്തെങ്കിലും ട്യൂഷൻ കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു ചിന്തിച്ചുള്ളൂ. അതുപോലെ തന്നെ പിറ്റേ ദിവസം എൻ്റെ മിസ്സ് വിളിച്ചിട്ട് പറയാണ്, നിനക്ക് കെമിസ്ട്രി ട്യൂഷൻ എടുക്കാൻ ആരെങ്കിലും അറിയും? ഞാനാണെങ്കിൽ കെമിസ്ട്രിയാണ് പഠിക്കണേ, ഞാൻ ട്യൂഷൻ എടുക്കാം. അങ്ങനെ ട്യൂഷൻ എടുക്കാൻ പറ്റി. അങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കുറേ അനുഗ്രഹങ്ങൾ മാതാവും ഈശോയും കാരണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ 1000 നന്ദി പറയുന്നു. ഹബക്കൂക്ക് 1:5 ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കുവാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യുവാൻ പോകുന്നു. ജനറ്റ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. നമ്മൾ വളരെ ശ്രദ്ധയോടെ മകളുടെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര കണ്ട് ക്ലേശകാലത്തിലൂടെ കടന്നു പോകുമ്പോഴും അമ്മ മാതാവ് നൽകുന്ന പ്രത്യാശയും ആത്മധൈര്യവും ജീവിതത്തെ സന്തോഷത്തോടെ അവയൊക്കെ നേരിടുവാൻ മകളെ സഹായിച്ചുവെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യത്തെ സഹോദരൻ്റെ മരണശേഷം, അപകട മരണശേഷം കുടുംബത്തിലുണ്ടായ വലിയ അസ്വസ്ഥതയുടെ ഒരു കാലം, ആ കാലത്ത് ലഭിക്കുന്ന പ്രത്യേകമായ സംരക്ഷണത്തെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അത് അമ്മ ഒത്തിരി തവണ ആത്മഹത്യക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ തവണയും ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ആ അപകടകരമായ എല്ലാ അവസ്ഥകളിൽ നിന്നും സംരക്ഷിക്കുകയും ആരോഗ്യത്തോടു കൂടി അമ്മയെ അൾത്താരയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ കൃപാസനം മാതാവാണ് എൻ്റെ അമ്മയുടെ ജീവൻ എപ്പോഴും നിലനിർത്തിയതും ആപത്തുകളിൽ നിന്ന് സംരക്ഷിച്ചതും മാനസികമായി താളം തെറ്റിയ എല്ലാ നിമിഷങ്ങളിലും തിരികെ വന്ന് പ്രാർത്ഥനയിൽ ആഴപ്പെടുവാനും ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനും അമ്മയ്ക്ക് കരുത്ത് പകർന്നത് എന്നതിനെ സാക്ഷ്യപ്പെടുത്തി. രണ്ടാമത് മകളുടെ പഠനവുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ ലഭിക്കാതെ മകളേറെ ക്ലേശിച്ച നാളുകളിൽ, അത് അവസാന നിമിഷം വരെയും അഡ്മിഷൻ കിട്ടാതിരുന്നപ്പോഴും പ്രത്യാശയോടുകൂടി ആഗ്രഹിച്ചെടുത്ത് തന്നെ പഠിക്കുന്നതിന് വേണ്ടി അമ്മ മാതാവിൻ്റെ അരികിൽ നിയോഗം വെക്കുമ്പോൾ അഡ്മിഷൻ യൂണിവേഴ്സിറ്റിയിൽ അവസാനിക്കുന്ന ആ അവസാന ദിവസം അവിടെ പ്രവേശനം നേടുകയും ഏതാണ്ട് 1.5 മാസത്തിന് ശേഷം വരുന്ന പരീക്ഷയിൽ നല്ല മാർക്കോടെ വിജയത്തിലേക്ക് പോകുവാൻ അമ്മ മാതാവ് മകളെ സഹായിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്. പിന്നീട് കോഴ്സ് മുഴുവനും പൂർത്തിയാകുമ്പോൾ മകൾ അന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച 60% മാർക്ക് എന്നത് മകൾക്ക് നേടുവാൻ സാധിച്ചതിനെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തി. മകളുടെ സാക്ഷ്യത്തിൻ്റെ ഒരു ക്വാളിറ്റി അത് ഉടമ്പടി ജീവിതത്തിലുള്ള ഒരു വിശ്വസ്തതയാണ്. അത് പ്രാർത്ഥനകൾ ചൊല്ലുന്നതിലാണെങ്കിൽ, അത് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതാണെങ്കിൽ, ഉപവാസത്തോട് പുലർത്തുന്ന ഒരു ആത്മീയമായ ബലമാണെങ്കിൽ, അതോടൊപ്പം ദൈവനാമത്തെ പ്രഘോഷിക്കുവാനായി ലഭിക്കുന്ന അവസരങ്ങളൊക്കെയും
അതെത്ര വമ്പനെ കണ്ടാലും പറയുവാൻ ഭയമില്ലാതെ ദൈവനാമത്തെക്കുറിച്ച് സംസാരിക്കുന്ന ശാന്തതയുള്ള രീതിയാണെങ്കിലും അതാണ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും, അവനെ ഞാൻ മഹത്വപ്പെടുത്തുമെന്നതിൻ്റെ വാക്കുകളെയാണ് മകളുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനാവുക. മകൾ പറയുന്നുണ്ട്, വളരെ മാറി വരുന്ന ഒരു കാലത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. യുവതീ-യുവാക്കൾ വിശ്വാസമില്ല, ദൈവമില്ല എന്ന് കരുതി ജീവിക്കുന്നവരുടെ വലിയൊരു പറ്റം നമുക്ക് ചുറ്റുമുണ്ട്. അധ്യാപകർ പോലും ഇന്ന് ദൈവത്തെ നിഷേധിച്ച് പറയുന്നത് ഒരു ഫാഷനായി കാണുന്ന ഒരു ട്രെൻഡുമുണ്ട്. ആ രണ്ട് സാഹചര്യങ്ങളിലാണ് മകൾ പഠിക്കുകയും ജീവിക്കുകയും ചെയ്തത്. എന്നാൽ അവിടെയൊക്കെയും ദൈവനാമത്തെ ഉയർത്തി പറയുവാനും അമ്മ മാതാവിൻ്റെ സംരക്ഷണം മകളുടെ വ്യക്തിജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് സന്തോഷത്തോടെ പങ്കുവയ്ക്കുവാനും സാധിച്ചു. അത് ഉടമ്പടി ഉള്ളതുകൊണ്ട് ഞാനിന്ന് സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്നു എന്ന് മകൾക്ക് പറയുവാനാവും വിധം എല്ലാ ക്ലേശങ്ങളെയും തരണം ചെയ്യുവാൻ സാധിച്ചുവെന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. തൻ്റെ കഴിവിനപ്പുറം ദൈവകൃപയിൽ മകളെ അനുഗ്രഹിച്ചത്. സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ മകൾക്കൊരു അഡ്മിഷൻ നൽകിയത്. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി ജീവിതത്തെ ആദരിച്ചുകൊണ്ട് അതിനെ അംഗീകരിച്ച് ആ 60% മാർക്ക് എന്നത് മകൾക്ക് അനുവദിച്ച് നൽകുന്നത്. മകൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിൻ്റെ മേഖലകളിലൊക്കെയും പരിശുദ്ധമ്മയുടെ സവിശേഷമായ സംരക്ഷണം ലഭിക്കുന്നത്. ചില തോന്നലുകൾ, അത് തോന്നലുകളല്ല, ദൈവികമായ ഇടപെടലുകളാണെന്ന് തിരിച്ചറിയും വിധം അത് 15 മിനിറ്റ് കൊണ്ട് കൃപാസനം എത്തുമെന്ന് ഒരു തോന്നലായി ആദ്യം വരുന്നു. മകൾ പറയുന്നുണ്ട്, ഞാനിത് ഇത്ര സമയം ഞാൻ അമ്മ മാതാവിനെയും ഈശോയെയും പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കൃപാസനം വാതിൽക്കലെത്തുമെന്ന് കരുതി. അതങ്ങനെ തന്നെ സംഭവിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുമ്പോൾ 2 തവണ വായിക്കാതെ ഉത്തരമൊന്നും മനസ്സിൽ വരാത്ത സാഹചര്യത്തിൽ അവിടെ 1 തവണ വായിച്ച് അമ്മയോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത് ആദ്യം ഒന്നും മനസ്സിലാവാതിരിക്കുന്നു. 2ാമത്തെ തവണ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചതും ഉപവസിച്ചതും വചനം വായിച്ചതും അമ്മ എന്ത് ഓർക്കുന്നില്ലേ, എന്നെ അമ്മയും തിരുക്കുമാരനും സഹായിക്കണമെന്ന് ഒരു കുഞ്ഞിൻ്റെ ശാഠ്യത്തോടു കൂടി അമ്മയോട് സംസാരിച്ചുകൊണ്ട് വീണ്ടും കണ്ണു തുറന്ന് പരീക്ഷ എഴുതുവാൻ തുടങ്ങുമ്പോൾ ആദ്യം ഒറ്റത്തവണ വായിച്ചതൊക്കെയും ഇങ്ങനെ കണ്ണു മുമ്പിൽ തെളിഞ്ഞു വരികയും ഫോട്ടോ കോപ്പി എഴുതുന്നത് പോലെ പരീക്ഷ എഴുതി വിജയിച്ചതിൻ്റെ സന്തോഷവും മകൾ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഉടമ്പടി ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമാണ്. ഉടമ്പടി ജീവിതം ഉടനടി പരിഹാരം ലഭിക്കുന്ന ജീവിതമാണ്. ഉടമ്പടി ജീവിതം തീവ്രമായ ക്ലേശകാലങ്ങളിൽ നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ സന്തോഷം പകരുന്ന ജീവിതമാണ്. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.